നമസ്കാരം. പ്രധാന വാർത്തകളാദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടി. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇരു കേസുകളിലും ജാമ്യം അനുവദിച്ചു കൊല്ലം വിജിലൻസ് കോടതി. കേസിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തൽ. തന്ത്രിക്ക് താന്ത്രിക അധികാരം മാത്രമെന്ന് കോടതി. തന്ത്രി ജയിൽ മോചിതനാകുന്നത് 41 ദിവസത്തിനു ശേഷം. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. NSS മാനേജ്മെന്റിന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സുപ്രീം കോടതി വിധി അനുസരിച്ച് അന്തിമ അംഗീകാരം എന്ന ഉപാധി കൂടെ ഉത്തരവിൽ ചേർക്കും. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാൻ സർക്കാർ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. നടപടി കൈക്കൂലി ആരോപണവും ഉയർന്നതോടെ ഡോക്ടർ ബിന്ദുവിനെതിരെ കൂടുതൽ പരാതികൾ. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ് രോഗികൾ. നാളെ മുതൽ ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് പ്രതിപക്ഷത്തിന്റെ അറിവോടെയെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. ടൂറിസം കേന്ദ്രങ്ങളിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബാറുകൾ രാത്രി 12 മണിവരെയെന്നും മന്ത്രി. വിശദമായ ചർച്ച വേണ്ടിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. തീരുമാനം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് KCBC മദ്യവിരുദ്ധ സമിതി. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുമെന്ന് ഓർത്തഡോക്സ് സഭ. നടൻ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടപടി സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പു കേസിൽ. മരവിപ്പിച്ചത് 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ. T20 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെതിരെ. മത്സരം രാത്രി 7 മണി മുതൽ അഹമ്മദാബാദിൽ. സൂപ്പർ 8-ൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഞായറാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടി. കേസിലെ പ്രതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇരു കേസുകളിലും ജാമ്യം അനുവദിച്ചു. കേസിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അതേസമയം കേസിലെ മറ്റൊരു പ്രതി പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിൽ മോചിതനാകുന്ന 6ാമത്തെ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. 2026 ജനുവരി 9 അറസ്റ്റിലായ തന്ത്രിക്ക് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇരു കേസുകളിലും ജാമ്യം അനുവദിച്ചത്. ഭരണപരമായ കാര്യങ്ങളിലല്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്ക് എന്നതായിരുന്നു തന്ത്രിയുടെ വാദം. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘവും പരാജയപ്പെട്ടു. ഇതൊക്കെ പരിഗണിച്ചാണ് തന്ത്രിയുടെ ജാമ്യം. തന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ബാങ്ക് നിക്ഷേപരേഖകളും പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും SIT കോടതിയിൽ സമർപ്പിച്ചുവെങ്കിലും ജാമ്യം ലഭിക്കുന്നത് തടയാനായില്ല. കർശന ഉപാധികളോടെയാണ് തന്ത്രിയുടെ ജാമ്യം. കേസിലെ മറ്റൊരു പ്രതി ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാർ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി സമർപ്പിച്ച ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KP ശങ്കർദാസ് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ 23-ന് വാദം കേൾക്കും. കേസിൽ SIT പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്തതിനാൽ റിമാൻഡ് പൂർത്തിയാക്കുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് നടൻ ജയറാം. പോറ്റിയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ജയറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. അതേസമയം മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ ജയറാമിനെ വീണ്ടും വിളിച്ചു വരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമാണ് നടൻ ജയറാം വിശദമായ മൊഴി നൽകിയിട്ടുള്ളത്. SITയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ജയറാം വെളിപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് തുടങ്ങിയത് ശബരിമലയിൽ നിന്നാണ്. എന്നാൽ അദ്ദേഹവുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നില്ലെന്ന് ജയറാം ED ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ശബരിമല വിശ്വാസി എന്ന നിലയിൽ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും വിശ്വാസി എന്ന നിലയിൽ മാത്രമാണ്. ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദക്ഷിണയും നൽകി. പൂജയുടെ ഫോട്ടോകളും മറ്റും ഉദ്യോഗസ്ഥർക്ക് ജയറാം കൈമാറിയിട്ടുണ്ട്. പാളികൾ വീട്ടിൽ കൊണ്ടുവന്ന് പൂജ ചെയ്താൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങ് നടത്തിയതെന്ന് ജയറാം വ്യക്തമാക്കിയിരുന്നു. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ പൂജ നടന്നത്. അതേസമയം മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ED ഉദ്ദേശിക്കുന്നത്. ആവശ്യമെങ്കിൽ ജയറാമിനെ വ്യക്തതക്കായി വീണ്ടും വിളിച്ചു വരുത്തും.
മുരാരി ബാബുവും ജയശ്രീയും ശ്രീകുമാറും കൽപേഷും എല്ലാം നൽകിയ മൊഴികൾ കൂടി വിലയിരുത്തിയ ശേഷം മറ്റാളുകളെ ഏതൊക്കെ ഘട്ടങ്ങളിൽ വിളിച്ചു വരുത്തണമെന്ന കാര്യത്തിൽ ED തീരുമാനമെടുക്കും. SITക്ക് മുന്നിലെത്തുന്നതിന്റെ ഇടവേളകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്താനാണ് ED ഉദ്ദേശിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ED ചെയ്യുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഭിന്നശേഷി സംവരണത്തിലും കേറ്ററ്റിലും നിർണായക ഉത്തരവുമായി സംസ്ഥാന സർക്കാർ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSSന് അനുകൂലമായി സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കും. കേറ്ററ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേറ്ററ്റ് പരീക്ഷ 2 വർഷം കഴിഞ്ഞ് അധ്യാപകർ പാസ്സായാൽ മതിയെന്നും ശമ്പളം തടഞ്ഞുവെക്കില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അപ്പോഴും സുപ്രീംകോടതിയുടെ ഉത്തരവിനനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്ന് സർക്കാർ ഉപാധി വെച്ചിട്ടുണ്ട്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഇടഞ്ഞു നിൽക്കുന്ന വേളയിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്ത്രങ്ങൾ നീക്കുകയാണ് സർക്കാർ. ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ട തസ്തികകൾ ഒഴിച്ച് ബാക്കിയുള്ളവയിൽ സ്ഥിര നിയമനം നടത്താൻ സുപ്രീം കോടതിയെ സമീപിച്ച് NSS മാനേജ്മെന്റുകൾ അനുകൂല വിധി നേടിയിരുന്നു. ഇതോടെയാണ് മറ്റു മാനേജ്മെന്റുകൾ വിധി തങ്ങൾക്കും ബാധകമാക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഘടിപ്പിച്ചത്. എന്നാൽ NSS ചെയ്തതുപോലെ മറ്റു മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന നിലപാട് പല ഘട്ടങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരുന്നു. ഉത്തരവ് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാകുമ്പോൾ സംസ്ഥാനത്ത് 20,000-ലധികം അധ്യാപകർക്ക് സ്ഥിര നിയമനം നൽകേണ്ടി വരുമ്പോഴുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിന് പ്രതിസന്ധിയാണ്. ഇത് മുന്നിൽ കണ്ടായിരുന്നു ഇത്രയും കാലം സർക്കാർ മെല്ലെപ്പൊക്ക് നടത്തിയത്. എന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റുകളടക്കം സെക്രട്ടേറിയറ്റിനു മുന്നിൽ വൻ പ്രതിഷേധവുമായി രംഗത്ത് വരിക കൂടി ചെയ്തപ്പോൾ അപകടം മുന്നിൽ കണ്ടാണ് സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കിയാണ് ഉത്തരവ്. ഏപ്രിലിൽ സുപ്രീം കോടതി ഹർജി പരിഗണിക്കാനിരിക്കെ അന്തിമ തീരുമാനം കോടതി വിധിക്കനുസരിച്ചാണെന്ന ഉപാധിയും സർക്കാർ പറയുന്നുണ്ട്. കേട്ടറ്റില്ലാത്ത അധ്യാപകരെ സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് പാസ്സായാൽ മതി. ശമ്പളവും സ്ഥാനക്കയറ്റവും തടയില്ല. ഇത് 20,000-ഓളം അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 20,000-ഓളം അധ്യാപകർക്ക് ആശ്വാസമാകുന്ന തീരുമാനത്തിലൂടെ മാനേജ്മെന്റുകളെയും അധ്യാപക വിഭാഗത്തെയും ചേർത്ത് നിർത്തുകയാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ ഒരുങ്ങുന്ന സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് KCBC. സർക്കാർ തീരുമാനം പോസിറ്റീവായി കാണുന്നുവെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ കൂടിയായ കൊല്ലം ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പാണോ നിലപാട് മാറ്റത്തിന് കാരണമെന്ന സംശയമുണ്ട്. മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ KCBC പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ്. 22,000 അധ്യാപകരുടെ ഭാവിയെ ബാധിക്കുന്ന നല്ല വാർത്തയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. NSSന് ബാധകമായ വിധി മറ്റു മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണമെന്ന് ഇതൊക്കെ നിയമോപദേശം ലഭിച്ചുവെന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അഭിപ്രായം. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ പുതിയ തീരുമാനത്തിൽ സർക്കാരിന് നന്ദി പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത. വൈകിയാണെങ്കിലും അനുഭാവപൂർവ്വമായ തീരുമാനമുണ്ടായതിൽ സർക്കാരിന് മുഖ്യമന്ത്രിക്കും നന്ദി പറയുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. NSSന് ലഭിച്ച വിധിയുടെ ആനുകൂല്യം സർക്കാർ ഉത്തരവിലൂടെ മറ്റ് മാനേജ്മെന്റുകൾക്കും നൽകാവുന്നതായിരുന്നു. ഇപ്പോഴെങ്കിലും തീരുമാനമുണ്ടായതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. NSSന് ആ വിധി ലഭിച്ചപ്പോൾ അത് മറ്റ് സമാനമായ പ്രശ്നമുള്ള മാനേജ്മെൻറ്റുകൾക്കും നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു നിലപാടായിരുന്നു ഞങ്ങളെന്നും ഉന്നയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും നിയമോപദേശം മറിച്ചായിരുന്നു എന്നുള്ള ഒരു ന്യായമാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഇപ്പോഴേതായാലും 1 വർഷത്തിന് ശേഷം, എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണ് NSSന് അനുകൂലമായി വിധി ലഭിച്ചത്, 1 വർഷത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു നിയമോപദേശം ലഭിച്ചു,
അത് നമുക്കും ലഭ്യമാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്ന്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,000-ഓളം അധ്യാപകർ വർഷങ്ങളായിട്ട് ശരിയായ വേതനം ലഭിക്കാതെ വിഷമിക്കുകയാണ്. അവരുടെ നിയമനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഭിന്നശേഷി അധ്യാപക സംവരണ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വൈകി വന്ന വിവേകമെന്ന് ഓർത്തഡോക്സ് സഭ. ഇപ്പോൾ എടുത്ത തീരുമാനം നേരത്തെ നടപ്പാക്കാമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയക്കോറസ് മെത്രാപ്പൊലിത്ത പറഞ്ഞു. ഇപ്പോഴത്തേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രീണനമാണെന്നും അദ്ദേഹം, അത് അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് NSSന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വന്ന വിധിന്യായം വന്ന അന്ന് മുതൽ ക്രൈസ്തവ മാനേജ്മെന്റുകളും മറ്റു മാനേജ്മെന്റുകളും ഒരുപോലെ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ബാക്കി എല്ലാവർക്കും നടപ്പിലാക്കണം. നിങ്ങൾക്ക് തന്നെ ഓർമ്മയാണ്, ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ അവസാന സമയത്ത് അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്ന് കേൾക്കുന്നത് സന്തോഷകരമാണ്. നവകേരള സർവേയിലെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാരിന്റെ നീക്കം. ഇക്കാര്യത്തിൽ AGയുടെ നിയമോപദേശം തേടുന്നു. അതേസമയം മേൽക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. 10 വർഷത്തെ ഭരണനേട്ടം എണ്ണിപ്പറയുന്ന നവകേരള സർവേ ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞതോടെ സർക്കാരിനുണ്ടായ തിരിച്ചടി ചെറുതല്ല. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ സർവേ നടത്തിപ്പിന് 20 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച പൊതുഖജനാവിലെ പണം ഇതിനായി ചെലവാക്കുന്നത് ചൂണ്ടിക്കാട്ടിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. തെരഞ്ഞെടുപ്പ് വേളയിലെ സർക്കാരിന്റെ PR വർക്കായി ഇതിനോടകം പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച വിഷയം കോടതി കൂടി ശരിവെച്ചതോടെ എങ്ങനെ മറികടക്കാനാകുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാണ് നീക്കം. ഇതിനായി AGയുടെ നിയമോപദേശം തേടുകയാണ്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. മേൽക്കോടതിയും അപ്പീൽ തള്ളുകയാണെങ്കിൽ പ്രചാരണ സമയത്ത് പ്രതിപക്ഷത്തിന് അത് കൂടുതൽ ഊർജം നൽകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിയമോപദേശത്തിന് ശേഷമാകും മുന്നോട്ടു പോകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബാറുകളുടെ സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC മദ്യവിരുദ്ധ സമിതി. സമയമാറ്റം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് മദ്യവിരുദ്ധ സമിതി ചോദിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന മദ്യനയം പിൻവലിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സമയമാറ്റത്തെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇങ്ങനെ മാറ്റം വരുന്നതിൽ തെറ്റില്ലെന്നാണ് പറഞ്ഞത്. പ്രശ്നമുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ആലോചിച്ച് വിശദീകരണം ആവശ്യമെങ്കിൽ പറയുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യനയത്തിലും മദ്യമേഖലയിലും കാര്യമായ മാറ്റങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ബാറുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമയം നീട്ടിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ബാറുകളുടെ സമയം നീട്ടി നൽകിയത് തിരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന് KCBC മദ്യവിരുദ്ധ സമിതി ചോദിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് റദ്ദാക്കണമെന്നും KCBC ആവശ്യപ്പെട്ടു. മദ്യം കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് ലഹരി മാഫിയയെയും തെരുവ് നായ്ക്കളെയും വന്യജീവികളെയും ഭയന്നാണ് കേരളത്തിൽ ടൂറിസ്റ്റുകൾ കുറയുന്നത്. കേരളത്തിലെ ചളുക്കുമദ്യം കുടിക്കാനല്ല വിനോദസഞ്ചാരികൾ വരുന്നതെന്നും KCBC മദ്യവിരുദ്ധ സമിതി കുറ്റപ്പെടുത്തി. സർക്കാർ നീക്കത്തിനെതിരെ മാർച്ച് 8-ാം തീയതി മദ്യവിരുദ്ധ ഞായർ ആചരിക്കാനും ഇടലേഖനം വായിക്കാനും KCBC തീരുമാനിച്ചിട്ടുണ്ട്. സമാന നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് സഭയും മുന്നോട്ട് വയ്ക്കുന്നത്. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ചോദിച്ചു. ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ ഇടയാകുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം. കേരളത്തിലെ ഒരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ, ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? അതാണോ സർക്കാരിൻ്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം. കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട്. ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. അതേസമയം സർക്കാർ തീരുമാനത്തെ പിന്തുണച്ച LDF കൺവീനർ TP രാമകൃഷ്ണൻ മദ്യനയം നേരത്തെ തീരുമാനിച്ചതാണെന്നും പൊതുനിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നും പറഞ്ഞു. ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാർ സംഘടനകൾ ആവശ്യപ്പെട്ടത് എൻ്റെ അടിസ്ഥാനത്തിലല്ല. ബാർ സംഘടനകൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അതെല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച ആവശ്യങ്ങൾ ചില സമയത്ത് ഉണ്ടായേക്കാം.
കേരളത്തിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈനംദിനമെന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ചില സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. നേരത്തെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരം ചില സൗകര്യങ്ങൾ പ്രത്യേകമായി അനുവദിച്ചത് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ LDF കൂടിയാലോചിച്ച ശേഷം പറയുമെന്ന് LDF കൺവീനർ പറയുമ്പോൾ പുതിയ തീരുമാനം പൂർണ്ണമായും LDF ചർച്ച ചെയ്തിരുന്നോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്തിന്റെ പേരിലായാലും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വരും ദിവസങ്ങളിലും കാരണമാകും. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ബാറുകളുടെ സമയം കൂട്ടിയ നടപടിയിൽ വിശദമായ ചർച്ച വേണ്ടിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തു. നവകേരള സർവേയിൽ കോടതി തീരുമാനം പ്രതിപക്ഷാരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും VD സതീശൻ പറഞ്ഞു. ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഇവരെന്താ പറഞ്ഞത്, മദ്യം കുറച്ച് കൊണ്ടുവരും, മദ്യവർജനത്തിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞിട്ട് ഇവർ വന്നതിൽ നിന്ന് 1000 ബാറാണ് കൂട്ടിയത്, 1000-ഓളം ബാർ കൂട്ടിയത്. എന്നിട്ടാണ് ഇവർ ഈ മദ്യനയം പറയണത്. ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ബാറുകളുടെ സമയമാറ്റത്തിൽ വിശദീകരണവുമായി എക്സൈസ് മന്ത്രി MB രാജേഷ്. സമയം ദീർഘിപ്പിച്ചു എന്നത് ശരിയല്ല. ടൂറിസം കേന്ദ്രങ്ങളിലെ സമയക്രമം എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ നിലനിൽക്കുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കിയത് അല്ല, പുതിയൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് സമാനമായ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാ സ്ഥിതി കൂടി പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. ഫയൽ നീങ്ങുന്നതിൽ വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത്. ബാറുകളുടെ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. LDFന്റെ കൺവീനർക്ക് അറിയാത്ത കാര്യം ഞങ്ങൾക്ക് എങ്ങനെ അറിയും? സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് അറിയാമായിരുന്നത്. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയണമെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണമായിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കതിനർത്ഥം മനസ്സിലായില്ല. എന്തെങ്കിലും പറയുന്നതാണോ? ഞങ്ങളെങ്ങനെ അറിയാനാ? ബാറിന്റെ സമയം കൂടി എക്സൈസ് മന്ത്രിയാണ് പറയുന്നത്. അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. ഇത് ഞങ്ങളറിയില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ വാർത്ത തന്നെ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള ചർച്ച ഇല്ല. ഇനി പിന്നെ ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. LDF കൺവീനറിനെ പറയുന്നത് പത്രത്തിൽ കണ്ടിട്ട് അറിഞ്ഞാണ് പറയണത്. LDF കൺവീനർ തന്നെ പറയുന്നു തീരുമാനം. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ എല്ലാ നിരാർത്ഥകതയും ബോധ്യമായല്ലോ. അവിടെ അവര് തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീരുമാനം എവിടുന്ന് വന്നു എന്നുള്ളതാണ് പിന്നെ പത്രക്കാരെ അന്വേഷിക്കേണ്ടത്. പ്രത്യേകിച്ച് MB രാജേഷ് പോലെ ഒരാള് ഔദ്യോഗികമായി തന്നെ അതപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞവരോട് ചോദിക്കാന്നല്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ അറിയാം, തന്നെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കരുത്. അത് ഇങ്ങനെ അതായത് വഴിയെ പോണതിനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കാര്യം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ ഡോക്ടറെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഡോക്ടർക്ക് 2 തവണയായി 10,000 രൂപ നൽകിയതായി കുഞ്ഞിന്റെ അച്ഛൻ ബിനിൽ പറഞ്ഞു. BJP കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിലാണ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ ആരോഗ്യവകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആദ്യം അടിയന്തരമായി സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയെങ്കിലും ബന്ധുക്കളും രാഷ്ട്രീയ പാർട്ടികളും 2ാം ദിനവും പ്രതിഷേധവും ഉപരോധവും തുടർന്നതോടെയാണ് സസ്പെൻഡ് ചെയ്തത്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ SITയിലെ ഗൈനക്കോളജി, പീഡിയാട്രീഷ്യൻ, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാർ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തി. സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പിഴവാണ് കുട്ടി മരിക്കാനുള്ള കാരണമെന്നാരോപിച്ച് കുഞ്ഞിന്റെ ബന്ധുക്കൾ 2ാം ദിനവും രംഗത്തെത്തി. ഡോക്ടർക്ക് 2 തവണയായി 10,000 രൂപ നൽകിയതായും കുഞ്ഞിന്റെ അച്ഛൻ ബിനിൽ പറഞ്ഞു. ആരോപണ വിധേയയായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നത്. ബന്ധുക്കൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് BJP പ്രവർത്തകരും എത്തി. ആരോഗ്യ കേരളം
അതേസമയം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ വീണ്ടും പരാതി ഉയർന്നു. കഴിഞ്ഞ മാസം പ്രസവത്തിനെത്തിയ യുവതിക്ക് വേദന വന്നിട്ടും തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് ഭർത്താവ് സൽമാൻ പറഞ്ഞു. സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും സൽമാൻ ആരോപിച്ചു. പരാതി മെഡിക്കൽ സൂപ്രണ്ടിന് നൽകിയായിരുന്നു. മറ്റു പരാതികൾ ഞാൻ തയ്യാറാക്കിയെങ്കിലും ഞാൻ അന്ന് കൊടുത്തില്ലായിരുന്നു. കാര്യം ഇതിനൊരു നടപടി വരട്ടെ, എന്നിട്ട് മറ്റു മുകളിലോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണ സമരം 3ാം ദിവസത്തിലാണ്. നാളെ മുതൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാനാണ് തീരുമാനം. ഒ പിക്ക് പുറമെ അധ്യാപകർ ക്ലാസുകൾ ബഹിഷ്കരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. PG ഡോക്ടർമാർ സമരത്തിൽ പ്രവേശിക്കാത്തതിനാൽ ഒ പി പ്രവർത്തനം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. നടൻ ജയസൂര്യയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിലാണ് നടപടി. നടന്റെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ED മരവിപ്പിച്ചത്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടിലാണ് ED നടപടി. തട്ടിപ്പിലൂടെ സേവ് ബോക്സ് നേടിയ കള്ളപ്പണം കൈമാറിയവരുടെ പട്ടികയിൽ ജയസൂര്യയും ഉൾപ്പെട്ടിരുന്നു. ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു ജയസൂര്യ. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 2 തവണ ജയസൂര്യയെ ED ചോദ്യം ചെയ്തിരുന്നു. ആപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യക്ക് സമയം അനുവദിച്ചിരുന്നതാണ്. ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ED മരവിപ്പിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സ്ഥാപനങ്ങൾക്കെതിരായ നടപടികൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളിൽ പണം വാങ്ങി അഭിനയിക്കുന്നവരെയും തട്ടിപ്പിലെ കൂട്ടാളികളായി കണക്കാക്കി നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. 100ഓളം പേരിൽ നിന്നും കോടികൾ തട്ടിയ ആപ്പ് ഉടമയായ തൃശൂർ സ്വദേശി സ്വാദിഖ് റഹ്മാനെ 2023 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നാളെ റമദാൻ 1. വിശ്വാസി സമൂഹത്തിന് ഇനി 1 മാസക്കാലം പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും നാളുകളാണ്. പള്ളികളും വീടുകളും ആരാധനകളാൽ മുഖരിതമാകും. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ പരിശുദ്ധ റമദാനായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസി സമൂഹം. വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങളാണ് ഇനി 1 മാസക്കാലം. പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സർവ്വവും നാഥനിൽ അർപ്പിച്ച് പ്രാർത്ഥനയിലാകും വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലമായി കരുതുന്ന റംദാനിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സുപ്രധാന സംഭവങ്ങളും അരങ്ങേറിയത്. മാനവരാശിക്കായി വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈ പുണ്യമാസത്തിലാണെന്നാണ് വിശ്വാസം. ആയിരം മാസത്തെ പ്രാർത്ഥനയുടെ പുണ്യം നൽകുന്ന ലൈലത്തുൽ ഖദറും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന സക്കാത്തും വിശുദ്ധ മാസത്തിന്റെ തിളക്കമേറ്റുന്നു. പരസ്പരം കലഹിക്കരുത്, ഭിന്നിക്കരുത്, ഭാഷകൾ നന്നാക്കണം, ശൈലികൾ ശരിയാക്കണം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ കോഴ്സാണ്, ഒരു ഫിനിഷിംഗ് സ്കൂളാണ് വിശുദ്ധമായ റമദാൻ. എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് കാരുണ്യത്തിൻ്റെ കൈനീട്ടങ്ങൾ നൽകി ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കുക എന്നതാണ് വിശുദ്ധ റമദാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പ്രാർത്ഥനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കുമൊപ്പം റംദാൻ മാസം സൗഹൃദത്തിന്റെയും ഒത്തുകൂടലുകളുടെയും വേദിയാണ്. വൈകിട്ട് നടക്കുന്ന ഇഫ്താർ വിരുന്നുകളിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരും. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് ആശ്വാസ വാർത്ത. നെല്ലിന്റെ താങ്ങുവില കുടിശ്ശികയിൽ 344.81 കോടി രൂപ കേന്ദ്രം അനുവദിച്ചതോടെ കർഷകർക്കുള്ള വില വിതരണം ബാങ്കുകൾ പുനരാരംഭിച്ചു. ഇതോടെ ഈ സീസണിലെ 1ാം വിളയുടെ നെല്ല് കൈമാറിയ മുഴുവൻ കർഷകർക്കും നെല്ലിന്റെ പണം ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലെത്തും. നെല്ലിന്റെ താങ്ങുവില ഇനത്തിൽ 1343 കോടിയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ടായിരുന്നത്. ഇതിൽ 344.81 കോടിയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. 998.19 കോടി അപ്പോഴും കടമായി തുടരുകയാണ്. കേന്ദ്രം അനുവദിച്ച പണം സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണത്തിനായി SBIയും കാനറ ബാങ്കും ഉൾപ്പെട്ട കൺസോർഷ്യത്തിന് കൈമാറി. സംസ്ഥാനത്താകമാനം 17,980 കർഷകർക്കായി 127.04 കോടി രൂപയാണ് 1ാം വിളയുടെ പണമായി ലഭിക്കാനുണ്ടായിരുന്നത്. ഇത് വിതരണം ചെയ്ത ശേഷം മിച്ചം വരുന്ന 217.41 കോടി രൂപ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരണത്തിനായി വിനിയോഗിക്കും. 2ാം കൃഷിയുടെ നെല്ല് സംഭരണം പൂർത്തിയായി ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ജനുവരി 2ാം വാരത്തിന് ശേഷം പാസാക്കിയ PRS രസീതുകൾക്കാണ് പണം ലഭിക്കാതിരുന്നത്. ഇതോടെ കർഷക പ്രതിഷേധങ്ങൾ വ്യാപകമായിരുന്നു. കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ കർഷകർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇപ്പോൾ ആശ്വാസമാകുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.
കാലിക്കറ്റ് സർവകലാശാല ബി സോൺ കലോത്സവത്തിൽ ബോധപൂർവം കുഴപ്പങ്ങളുണ്ടാക്കാൻ SFI CPM ക്രിമിനൽ സംഘം ശ്രമിച്ചുവെന്ന് സംഘാടക സമിതി. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലെത്തിയ ക്രിമിനൽ സംഘം നിരവധി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതായും സംഘാടക സമിതി ആരോപിച്ചു. 100ഓളം പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ പോലീസ് ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംഘാടക സമിതി ആവശ്യപ്പെട്ടു. ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കുച്ചിപ്പുടി മത്സരത്തിലെങ്ങാനും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. SFIയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ വന്ന സമയത്ത് വളരെ മാന്യമായി മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് കലോത്സവ വേദി സന്ദർശിക്കാനുള്ള അവകാശമോ അല്ലെങ്കിൽ മത്സരങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമോ ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഡൽഹിയിലെ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോക നേതാക്കൾ ഇന്ത്യയിൽ. സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ്, ഫിൻലൻഡ് പ്രധാനമന്ത്രി പെറ്റേരി ഓർപ്പോ തുടങ്ങിയ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ ഉൾപ്പെടെയുള്ളവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. നാളെയാണ് ഔദ്യോഗികമായ പരിപാടികൾ നടക്കുക. മറ്റന്നാൾ സംയുക്ത പ്രസ്താവന ഉണ്ടായേക്കും. ലോക നേതാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്ന് നൽകും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗൽഗോട്ടിയോ സർവകലാശാലയെ പുറത്താക്കി. ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗിനെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്താണെന്ന് അവകാശപ്പെട്ട് പ്രദർശിപ്പിച്ചെന്ന ആരോപണത്തിലാണ് നടപടി. ഉച്ചകോടിയുടെ എക്സ്പോ ഏരിയ ഒഴിയാൻ സർവകലാശാലയോട് കേന്ദ്ര IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിവാദം കൊഴുത്തതോടെ വിശദീകരണവുമായി സർവകലാശാല അധികൃതരും രംഗത്തെത്തി. റോബോട്ടിനെ തങ്ങൾ നിർമ്മിച്ചതാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിരുന്നില്ല എന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചൈനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണെന്നും എക്സിലൂടെ സർവകലാശാല അറിയിച്ചു. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുകയാണ്. നഗരഹൃദയത്തിൽ കല്ലായി റോഡിലെ പ്രമുഖ വസ്ത്രശാലയായ ജയലക്ഷ്മി സിൽക്സിലെ വൻ തീപിടുത്തത്തിൽ 3 നില കെട്ടിടത്തിന് മുകളിലെ 2 നിലകളുടെ പകുതിയോളം പൂർണ്ണമായും കത്തിയമർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലാ ഓഫീസർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ കെട്ടിടത്തിൽ പരിശോധന നടന്നു. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ട് തീ പുറകിൽ നിന്ന് മുന്നിലേക്ക് പടരാതിരുന്നത് കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. 2023 ഏപ്രിലിലും ഇതേ വസ്ത്രശാലയിൽ സമാന രീതിയിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. അന്നും ഷോർട്ട് സർക്യൂട്ടാണ് വില്ലനായത്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നും നാശനഷ്ടം 3 ഇരട്ടിയാണെന്നും ജയലക്ഷ്മി ഉടമ പറഞ്ഞു. ഷോപ്പ് നല്ല ഡാമേജ് ഉണ്ടായിട്ട്, സ്റ്റോക്കും മോശമുണ്ട്. എല്ലാം റീപ്ലേസ് ചെയ്യണം. ഷോപ്പും ഫർണിഷിംഗ് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 90-95% മിനിമം ഡാമേജ് ഉണ്ട് എന്ന് പറയാം. ഇത്തരം സാഹചര്യങ്ങളിൽ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് വ്യാപാരികളും പ്രതികരിച്ചു. ഇവിടെ എന്ത് പറ്റി, നാളെ കുറച്ചുകൂടെ അപ്പുറത്ത് പറ്റിയാൽ പിടിച്ചാൽ കിട്ടൂലല്ലോ. അപ്പോൾ അതിന് തക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ടാവണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ജയലക്ഷ്മി സിൽക്സിലെ 2, 3, 4 നിലകളിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക അഗ്നിരക്ഷാ വാഹനം ഉൾപ്പെടെ 13 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി 1 മണിയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തങ്ങൾക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല എന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും ഷീബ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് മരിച്ചിട്ടിപ്പോൾ ഇന്ന് 2ാം വർഷത്തിലേക്ക് 2ാം വാർഷികമാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മ ഷീബ നമ്മോടൊപ്പം ചേരുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മരണം നടന്നിപ്പോൾ 2 വർഷത്തിലേക്ക് എത്തുകയാണ്. ഇത്രത്തോളമാണ് ഒരു നീതി ലഭിച്ചതായി തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അതിനൊരു നമുക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇതുവരെയായിട്ടും അവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. കൂടെ കൊണ്ട് നടന്നിട്ടുള്ള അപ്പോൾ വരെ വച്ചിട്ടുണ്ടായിരുന്ന കണ്ണടയും പേഴ്സും വാച്ച് ബെൽറ്റ് ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. അത് കണ്ടുപിടിച്ച് തരാനോ ആരും ശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ടോ അതോ കിട്ടാത്തതുകൊണ്ടോ ആരൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും അറിയണമല്ലോ അതെങ്ങനെ നശിപ്പിച്ചു, എന്തിനു വേണ്ടിയാണെന്ന്. അപ്പോൾ അതുവരെ ഇപ്പോൾ നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. ബാക്കി കുട്ടികൾ പുറത്താണ്. കേസ് CBI കയ്യിലാണ് ഇപ്പോൾ.
കേസ് CBI ഏറ്റെടുക്കുകയായിരുന്നു. 19 പ്രതികളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിൽ ഇപ്പം കുട്ടികളുടെ ഇനി കൂടുതൽ പേരുണ്ടെന്ന് കൂടുതൽ പേര് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അക്ഷയ്, ദേവരാഗ്, ബിൻസ്യ എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളുടെ ഉണ്ട്. അപ്പോൾ അവരുടെ പേരുകൾ ഞങ്ങൾ അതും പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ രണ്ടാമതുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വാക്ക് തന്നതാണ്. ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുമെന്ന്. പക്ഷെ അതിനെ കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അക്ഷയ് എന്ന് പറഞ്ഞാൽ ആ 3 ദിവസം ഞങ്ങളായിട്ട് നേരിട്ട് എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ നേരിട്ട് സംസാരിച്ച കുട്ടിയാണ്. അപ്പോൾ അവരൊക്കെ ഇതിലുള്ള 1-ാം പ്രതികളിൽ എന്ന കൂട്ടത്തിൽ ഇവരെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ്. പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ബിൻസി, അവരുടെ പേരൊന്നും ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. സത്യം പുറത്തു വരും എന്നുള്ള രീതിയിൽ നമ്മുടെ ഇരിക്കുകയാണ് CBIയുടെ ഇത് വരുന്നത് വരെ. അല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് എതിരായിട്ടല്ലാതെ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാനായിരുന്നാലും തിരികെ കോളേജ് കയറ്റുന്നതിനും ഡീൻ അസിസ്റ്റൻ്റ് വാർഡനെയും തിരികെ ജോലിയിലോട്ട് കയറ്റുന്നതിനും അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സച്ചിൻ ദേവ് MLA ഒക്കെ ഇവരെ കയറ്റുന്നതിന് വേണ്ടി അവിടെ ബക്കറ്റ് പിരിവ് വരെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവരെ ഇപ്പോൾ ഒരു തരം താഴ്ത്തലും സ്ഥലം മാറ്റവും ജസ്റ്റ് അതിലൊന്നും ഒതുക്കിയിരിക്കുന്നു. കിട്ടുന്ന ആ ശിക്ഷ പോരാ എന്ന് തോന്നുന്നുണ്ട്. എത്രത്തോളം ഈ കൂടുതൽ പ്രതികളുണ്ട് എന്ന് പറയുമ്പോഴും കിട്ടിയ കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അമ്മയ്ക്ക് ശിക്ഷ 3 വർഷം 2 വർഷം ഇപ്പോൾ ആയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ ഏതെങ്കിലും ഒരു കോളേജിൽ കയറുന്നു. ഇത് ക്രിമിനൽസ് അല്ലേ, അവരിനി അടുത്ത എന്താണ് ചെയ്യുന്നത്? 19 കുട്ടികളാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഇത്രയും പേര് പെട്ടെന്നൊന്ന് കയറുകയോ അല്ലെങ്കിൽ വേറെ പല കോളേജുകളിലാണെങ്കിൽ പോലും അവരുടെ മൈൻഡ് മാറുന്നില്ലല്ലോ. കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന് ആ ആരോപണം നിലനിൽക്കും. അതെ, അത് ആദ്യം മുതലേ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് ഇനിയിപ്പോൾ അമ്മയ്ക്ക് സർക്കാരിനോട് വീണ്ടും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് അഭ്യർത്ഥിക്കുന്നത്? സത്യം തെളിയിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. സത്യം തെളിയിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്പീലിന് പോയിട്ടില്ല എങ്കിൽ ഇപ്പോൾ കുട്ടികൾ പഠിക്കുമായിരുന്നു, അധ്യാപകർ ആ പോസ്റ്റിൽ തന്നെ ഇപ്പോൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് പോകുമായിരുന്നു. അതിൻ്റെ ബേക്ക് നടക്കുന്നത് കൊണ്ട് അതിന് ദൈവം നമുക്കൊരവസരം അല്ലെങ്കിൽ അതിനൊരു ഇത് തന്നതായിരിക്കണം. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തി കേസുമായിട്ട് നമ്മൾ എന്തായാലും വീണ്ടും സ്റ്റാൻഡ് ചെയ്യാം. ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇനി ഒരു കാലത്തും ഇതൊന്നും അറിയാതെ എന്ത് സത്യം എന്നുള്ള അറിയാതെ പെരുമാറുന്ന പ്രശ്നമില്ല. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വീണ്ടും കുടുംബം പറയുന്നുണ്ട്. എന്നാൽ അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണമോ അതനുസരിച്ചിട്ടുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്ന കാര്യവും വ്യക്തമാക്കുന്നു. കുടുംബം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനാൽ തന്നെയാണ് ഇതിപ്പോൾ വീണ്ടും ഈ കേസ് അല്ലെങ്കിൽ ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. കൃത്യമായൊരു നീതി തങ്ങൾക്ക് ലഭിക്കണം എന്നാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് മത്സരം. ഫെബ്രുവരി 26 ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വേയും മാർച്ച് 1 കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. സൂപ്പർ 8 1-ാം ഗ്രൂപ്പിലാണ് ഇന്ത്യ. സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് ഇന്ത്യയ്ക്കൊപ്പം 1-ാം ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് എയിൽ നിന്ന് കളിച്ച 3 കളികളും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ 8-ലെത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ അവസാന മത്സരം ഇന്നാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെയാണ് ഇന്ത്യ നേരിടുന്നത്.